ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇനിയിപ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്ന നിലയ്ക്ക് അടുത്തത് നമ്മളൊരു ഓഫീസിനകത്ത് കയറി വരുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത്, ഓഫീസിനകത്ത് കയറാതെ ഒന്ന് നടന്ന് നിങ്ങൾ ഓഫീസിൻ്റെ പരിസരത്ത് ഒന്ന് നടന്ന് അവിടെയുള്ള മരങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള വഴികളുണ്ടോ, ആദ്യമായി ആ ദൗത്യം നിങ്ങൾ ചെയ്തിരിക്കണം. ഭൂമിയെ ആദ്യം സ്നേഹിച്ചാൽ ഭൂമി നമ്മളെ സ്നേഹിക്കും. അത് നിങ്ങളുടെ ബിസിനസ് വിജയത്തിന് വളരെ സാധ്യതകളുണ്ട്. സോ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് നടന്നു നോക്കുക. ആ ഏരിയയിലുള്ള മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ, അത് കാര്യമായി എവിടെയെങ്കിലും നമുക്കത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ എന്ന് ആദ്യമായിട്ട് അതാണ് നിങ്ങളുടെ ഫോക്കസിൽ ഉണ്ടാകേണ്ടത്. പിന്നീടായിരിക്കണം ബിസിനസ് കാര്യങ്ങൾ. ഒരു ദിവസത്തെ ആരംഭം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പല വീഡിയോയിലും. പോസിറ്റീവ് ന്യൂസ് കേട്ടുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ, വായിക്കാൻ പോസിറ്റീവ് ന്യൂസ്. അത് കഴിയുമ്പോൾ ഒരു ദൈവിക, ഏത് റിലീജനോ ആ ദൈവത്തിൻ്റെ പാട്ട് കേൾക്കണം. പാട്ട് കേട്ട ശേഷം ഒന്ന് കോഫി കുടിച്ച ശേഷം പിന്നീട് കുറച്ച് മെഡിറ്റേഷനും എക്സസൈസും എല്ലാം ആകാം. എന്ന് കുളി കഴിഞ്ഞ ശേഷം ഒരു പ്രാർത്ഥന ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് വേണം നിങ്ങളുടെ ടു ഡേ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാനും, അല്ലെങ്കിൽ ഇന്നലത്തെ ലിസ്റ്റ് നോക്കി ഇന്നത്തെ ലിസ്റ്റ് കമ്പയർ ചെയ്ത് ഇന്നത്തെ വർക്ക്, ഇങ്ങനെ നിങ്ങൾ ഫ്രഷായിട്ട് ഇന്നത്തെ ലിസ്റ്റ് എഴുതുമ്പോൾ മാത്രമേ അത് വളരെ പോസിറ്റീവായിട്ട്, അതുകൊണ്ട് ആദ്യം നിങ്ങളിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് ആദ്യം സൃഷ്ടിക്കേണ്ടത്. അത് ഒരു മോട്ടിവേഷനാണ്. നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുന്നതും നല്ലതാണ്. കാര്യമായി പല ട്രെയിനേഴ്സിൻ്റെയും മോട്ടിവേഷൻ വീഡിയോ ഉണ്ടാകും. ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുന്നത് നല്ലതാണ്. പത്രം എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ന്യൂസ് മാത്രം മാർക്ക് ചെയ്ത് അത് മാത്രം വായിക്കുക. പത്രത്തിൽ വന്നാൽ ബിസിനസ് വാർത്തകൾ അറിയാനുള്ള ബിസിനസ് വാർത്തയും ബിസിനസ് മാഗസീനുമാണ് കൂടുതൽ മുഖ്യത്വം നിങ്ങൾ നൽകേണ്ടത്. ബിസിനസ്സിൽ പരമായ ന്യൂസുകൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകും. ബിസിനസ് മാഗസീനിലെ പലരുടെയും കഥകൾ വായിക്കുമ്പോൾ അതിൽ സ്ട്രാറ്റജീസും കാര്യങ്ങളും കാണും. ഇതെല്ലാം നിങ്ങളെ ഒരു ബെറ്റർ പെർഫോമറാക്കി മാറ്റും. ഫൗണ്ടർ എന്ന രീതിയിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങളെ പില്ലറാണ്. പില്ലറിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ കെട്ടിടം നിലനിൽക്കൂ. കെട്ടിടമാണ് ഒരു ബിസിനസ്. അതിന് നിലനിർത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ നിങ്ങളെ ബിൽഡപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ പ്രസ്ഥാനം വിജയിക്കാൻ കഴിയൂ.